നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തെ ഇനി ടീം VDS നയിക്കും. കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടത്തെ സാക്ഷിയാക്കിയാണ് മന്ത്രിസഭയിലെ 21 അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത്. നാടെങ്ങും ആഹ്ലാദ പ്രകടനങ്ങളും മധുര വിതരണവും. ജനപ്രിയ പ്രഖ്യാപനത്തോടെ VDS സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗം. KSRTCയിൽ സ്ത്രീകളുടെ സൗജന്യ യാത്ര ജൂൺ 15 മുതൽ. ആശമാരുടെ ഓണറേറിയം 3000 രൂപ വർദ്ധിപ്പിക്കും. ആദ്യ മന്ത്രിസഭാ യോഗത്തിന് പിന്നാലെ മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് സർക്കാരിന്റെ വമ്പൻ പ്രഖ്യാപനങ്ങൾ. കേരളത്തിൽ ബലിപ്പെരുന്നാൾ മെയ് 28-ന്. ഞായറാഴ്ച സംസ്ഥാനത്തെവിടെയും ദുൽഹജ് മാസപ്പിറവി കണ്ടതായി വിശ്വസനീയ വിവരങ്ങൾ ലഭിക്കാത്തതിനാൽ മെയ് 18 തിങ്കളാഴ്ച ദുൽഖഅദ 30 പൂർത്തിയാക്കി മെയ് 19 ചൊവ്വാഴ്ച ദുൽഹിജ്ജ 1-ാം തീയതിയായിരിക്കുമെന്ന് ഖാസിമാരുടെ അറിയിപ്പ്. CCTVയുടെ 20ാമത് വിദ്യാഭ്യാസ പുരസ്കാരത്തിനായും സ്കോളർഷിപ്പിനായും ഇപ്പോൾ അപേക്ഷിക്കാം. SSLC, +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ CCTV വരിക്കാരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ പുരസ്കാരത്തിനായും +2 പരീക്ഷയിൽ 80% മാർക്ക് നേടിയ നിർധന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിനായും അപേക്ഷിക്കാം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂൺ 10. വിശദമായ വാർത്തയിലേക്ക്. കേരളത്തെ ഇനി ടീം VDS നയിക്കും. കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടത്തെ സാക്ഷിയാക്കിയാണ് മന്ത്രിസഭയിലെ 21 അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് തിങ്കളാഴ്ച പുലർച്ചെ മുതൽ പ്രവർത്തകർ എത്തിത്തുടങ്ങിയിരുന്നു. രാവിലെ 9 മണിക്ക് മുൻപ് തന്നെ പ്രവർത്തകർ എത്തിത്തുടങ്ങി. സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞു. പിന്നാലെ VD സതീശൻ ഉൾപ്പെടെയുള്ളവർ വേദിയിലെത്തി. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും തെലങ്കാന, കർണാടക മുഖ്യമന്ത്രിമാരും പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നിരയിലെ നേതാക്കളും വേദിയിലെത്തി. രാവിലെ 10:10 ഗവർണർ രാജേന്ദ്ര അർലേക്കർ വേദിയിലെത്തിയത്. 10:12 വന്ദേമാതരം ആലപിച്ച് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിച്ചു. തുടർന്ന് ചീഫ് സെക്രട്ടറി K. ജയതിലക് VD സതീശനെ സത്യപ്രതിജ്ഞയ്ക്കായി ക്ഷണിച്ചു. ഗവർണർ രാജേന്ദ്ര അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വടശ്ശേരി ദാമോദരമേനോൻ സതീശൻ എന്ന ഞാൻ എന്നു പറഞ്ഞാണ് VD സതീശൻ സത്യവാചകം ചൊല്ലിത്തുടങ്ങിയത്. ദൈവനാമത്തിൽ അദ്ദേഹം സത്യം ചെയ്തു. ഞാൻ വടശ്ശേരി ദാമോദരമേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യും. നിലയ്ക്കാത്ത കരഘോഷത്തോടെയാണ് VD സതീശന്റെ സ്ഥാനാരോഹണം സദസ്സ് ആഘോഷമാക്കിയത്. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത VD സതീശനെ ഗവർണർ പൂച്ചെണ്ട് നൽകി അനുമോദിച്ചു. പിന്നാലെ മറ്റു മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. PK കുഞ്ഞാലിക്കുട്ടിയാണ് മന്ത്രിസഭയിൽ 2ാമതായി സത്യപ്രതിജ്ഞ ചെയ്തത്. 3ാമതായി രമേശ് ചെന്നിത്തലയും സത്യവാചകം ചൊല്ലി. സണ്ണി ജോസഫ്, K. മുരളീധരൻ, മോൻസ് ജോസഫ്, ഷിബു ബേബി ജോൺ, അനൂപ് ജേക്കബ്, CP ജോൺ, AP അനിൽകുമാർ, N. ഷംസുദ്ദീൻ, PC വിഷ്ണുനാഥ്, റോജി M. ജോൺ, ബിന്ദു കൃഷ്ണ, M. ലിജു, KM ഷാജി, PK ബഷീർ, VE അബ്ദുൽ ഗഫൂർ, T. സിദ്ദിഖ്, KA തുളസി, OJ ജനീഷ് എന്നിവരും യഥാക്രമം മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. VD സതീശൻ അടക്കമുള്ള ഭൂരിഭാഗം പേരും ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്.
ഷിബു ബേബി ജോൺ, CP ജോൺ എന്നിവർ സഗൗരവം സത്യപ്രതിജ്ഞ ചെയ്തു. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കളും വിവിധ മതമേലധ്യക്ഷന്മാരും ചടങ്ങിൽ പങ്കെടുത്തു. ജനപ്രിയ തുടക്കത്തിന് VDS സർക്കാർ. KSRTCയിൽ സ്ത്രീകളുടെ സൗജന്യയാത്ര ജൂൺ 15 മുതൽ. ആശമാരുടെ ഓണറേറിയം 3000 രൂപ വർദ്ധിപ്പിക്കും. ആദ്യ മന്ത്രിസഭായോഗത്തിന് പിന്നാലെ മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് സർക്കാരിന്റെ വമ്പൻ പ്രഖ്യാപനങ്ങൾ. അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF 5 ഗ്യാരണ്ടികൾ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ അതിലെ 2 ഗ്യാരണ്ടികൾ നടപ്പാക്കാൻ തീരുമാനിച്ചു. ഒന്ന്, KSRTC ബസ്സുകളിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര അനുവദിക്കുന്ന സംബന്ധിച്ച് ജൂൺ 15-ാം തീയതി മുതൽ നടപ്പാക്കും. അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. ജൂൺ 15 മുതൽ, അടുത്ത മാസം 15-ാം തീയതി മുതൽ KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര ആരംഭിക്കും. തിരഞ്ഞെടുപ്പ് വേളയിൽ നൽകിയ ഇന്ദിരാ ഗ്യാരണ്ടികളിലെ 2 സുപ്രധാന വാഗ്ദാനങ്ങൾ ആദ്യ യോഗത്തിൽ തന്നെ സർക്കാർ പ്രഖ്യാപിച്ചു. ജൂൺ 15 മുതൽ സംസ്ഥാനത്ത് KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കാൻ തീരുമാനിച്ചു. കൂടാതെ രാജ്യത്ത് ആദ്യമായി വയോജനങ്ങളുടെ ക്ഷേമത്തിനായി ഒരു പ്രത്യേക വകുപ്പ് രൂപീകരിക്കാനും തീരുമാനമായിട്ടുണ്ട്. ലോകത്ത് തന്നെ ഏറ്റവും ഭംഗിയായി ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് ജപ്പാനിലാണ്. ആ മോഡൽ പരിശോധിച്ചായിരിക്കും കേരളത്തിൽ ഈ വകുപ്പ് കൊണ്ടുവരിക. ആദ്യഘട്ടമെന്ന നിലയിൽ ആശാവർക്കർമാരുടെ ഓണറേറിയം 3000 രൂപ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. ഭരണത്തിൽ വാക്കും വിശ്വാസ്യതയുമാണ് പ്രധാനമെന്നും ആശാവർക്കർമാരുടെ സമരപ്പന്തലിൽ പോയി നൽകിയ വാക്ക് പാലിക്കുകയാണെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. മുഴുവൻ ആവശ്യങ്ങളും ഒറ്റയടിക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും വിരമിക്കൽ ആനുകൂല്യം സംബന്ധിച്ച കാര്യങ്ങൾ പിന്നീട് പരിഗണിക്കുമെന്നും അദ്ദേഹം വിശദീകരിച്ചു. നിലവിൽ 9000 രൂപയാണ് ഇവരുടെ ഓണറേറിയം. ഇതിനു പുറമെ അംഗനവാടി ജീവനക്കാർ, പാചകത്തൊഴിലാളികൾ, പ്രീ പ്രൈമറി അധ്യാപകർ എന്നിവരുടെ വേതനത്തിൽ 1000 രൂപയുടെ വീതം വർധനവ് നടപ്പിലാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. 2023 നവകേരള സദസ്സിന്റെ ഭാഗമായി മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആലപ്പുഴയിലെത്തിയപ്പോൾ റോഡരികിൽ പ്രതിഷേധിച്ച 2 പേരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ വളഞ്ഞിട്ടാക്രമിച്ച സംഭവത്തിൽ പുനരന്വേഷണം നടത്താൻ കോടതി ഉത്തരവ് പ്രകാരം പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. കോടതി പുനരന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടും ഇതുവരെ നടത്തിയിരുന്നില്ലെന്നും സതീശൻ പറഞ്ഞു. അഡ്വക്കേറ്റ് ജനറലായി ജാജു ബാബുവിനെ നിയമിക്കും. ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനായി T അസഫലിയെ നിയോഗിച്ചു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് ധവളപത്രം പുറത്തിറക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നിയമസഭാ സമ്മേളനം മെയ് 22 മുതൽ വിളിച്ചു ചേർക്കണമെന്ന് ഗവർണറോട് ആവശ്യപ്പെടും. മെയ് 29-ന് നയപ്രഖ്യാപന പ്രസംഗം നടത്തും. G സുധാകരനെ പ്രോടേം സ്പീക്കറായി നിയോഗിച്ചതായും VD സതീശൻ അറിയിച്ചു. മന്ത്രി പദവിയുമില്ല, സ്പീക്കർ സ്ഥാനവുമില്ല. ജാതി സമവാക്യങ്ങളിൽ VT ബൽറാം തഴയപ്പെട്ടതായി ആക്ഷേപം. പ്രതിഷേധത്തിലും നിരാശയിലുമാണ് തൃത്താലക്കാർ. ശക്തമായ പോരാട്ടത്തിലൂടെ മണ്ഡലം തിരിച്ചുപിടിച്ച് മിന്നുന്ന വിജയം കാഴ്ചവെച്ച VT ബൽറാമിനെ പുതിയ UDF മന്ത്രിസഭയിലേക്ക് പരിഗണിക്കാതിരുന്നതിൽ തൃത്താലയിലെ പാർട്ടി അണികൾക്കിടയിലും വോട്ടർമാർക്കിടയിലും കടുത്ത നിരാശയും പ്രതിഷേധവും. വൈകിട്ട് 6:30-ക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഔദ്യോഗികമായി മന്ത്രിമാരുടെ പേരുകൾ പ്രഖ്യാപിക്കുന്നതുവരെയും തൃത്താലക്കാർ തങ്ങളുടെ പ്രിയ നേതാവ് മന്ത്രിസഭയിലുണ്ടാകുമെന്നാണ് ഉറച്ചു വിശ്വസിച്ചിരുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി മാധ്യമങ്ങളെല്ലാം തന്നെ ബൽറാം മന്ത്രിയാകുമെന്ന തരത്തിൽ വലിയ വാർത്തകൾ പ്രചരിപ്പിച്ചിരുന്നു. മന്ത്രിസ്ഥാനം നൽകിയില്ലെങ്കിൽ അദ്ദേഹത്തെ സ്പീക്കർ പദവിയിലേക്കെങ്കിലും പരിഗണിക്കുമെന്ന സൂചനകളും ശക്തമായിരുന്നു. എന്നാൽ അവസാന നിമിഷം ജാതി സമവാക്യങ്ങളും മറ്റു പ്രാദേശിക പരിഗണനകളും മുൻനിർത്തി അദ്ദേഹത്തെ തഴയുകയായിരുന്നുവെന്നാണ് ഉയരുന്ന ആക്ഷേപം. കഠിനാധ്വാനവും അട്ടിമറി വിജയവും നേടിയ മണ്ഡലത്തിലെ ജനപ്രീതിയും പാർട്ടി നേതൃത്വം വില കൽപ്പിച്ചില്ലെന്ന നിരാശയാണ് ബൽറാമിനോട് അടുത്ത വൃത്തങ്ങൾ പങ്കുവയ്ക്കുന്നത്. മുൻപ് മന്ത്രിമണ്ഡലമായിരുന്ന തൃത്താലയുടെ സമഗ്രമായ വികസന തുടർച്ചയ്ക്ക് VT ബൽറാം മന്ത്രിയാകേണ്ടത് അനിവാര്യമായിരുന്നുവെന്നാണ് പ്രാദേശിക UDF പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും അഭിപ്രായം.
മന്ത്രിസഭയിൽ അർഹമായ പ്രാതിനിധ്യം ലഭിക്കാത്തതിൽ സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധ സ്വരങ്ങളാണ് ഉയർന്നുവരുന്നത്. പ്രതീക്ഷിച്ച മന്ത്രിസ്ഥാനം ലഭിക്കാത്തതിൽ പ്രതിഷേധവും പ്രതികരണവും ഒറ്റ വരിയിലൊതുക്കി നിയുക്ത തൃത്താല MLA VT ബൽറാമിന്റെ കുറിപ്പ്. UDF മന്ത്രിസഭാ രൂപീകരണത്തിന് പിന്നാലെ തൃത്താല മണ്ഡലത്തിലെ അട്ടിമറി വിജയം പരിഗണിക്കപ്പെടാതെ പോയതിലുള്ള തന്റെ പ്രതികരണം സാമൂഹിക മാധ്യമത്തിൽ ഒറ്റ വാക്കിലൊതുക്കി VT ബൽറാം. തൃത്താലയുടെ MLA എന്നു മാത്രമാണ് ബൽറാം ഫേസ്ബുക്കിൽ കുറിച്ചത്. പോസ്റ്റ് വന്ന് മണിക്കൂറുകൾക്കകം തന്നെ ഒട്ടേറെ പേർ പിന്തുണയുമായി കമന്റ് ബോക്സിൽ എത്തിക്കഴിഞ്ഞു. മണ്ഡലത്തിൽ ശക്തനായ എക്സൈസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷിനെ കീഴടക്കിയാണ് VT ബൽറാം തൃത്താല മണ്ഡലം UDFനായി തിരിച്ചുപിടിച്ചത്. ഈ വലിയ അട്ടിമറി വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ ഞായറാഴ്ച ഉച്ചവരെ മാധ്യമങ്ങളിലെ മന്ത്രിസ്ഥാന ചർച്ചകളിൽ VT ബൽറാമിന്റെ പേരും സജീവമായി ഉയർന്നുകേട്ടിരുന്നു. എന്നാൽ ഉച്ചയ്ക്ക് ശേഷമുള്ള രാഷ്ട്രീയ ചർച്ചകളിൽ മറ്റു ചില പേരുകൾ കടന്നുവരികയും ബൽറാമും ഷാനിമോൾ ഉസ്മാനും ഉൾപ്പെടെയുള്ള പ്രമുഖർ അന്തിമ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെടുകയുമായിരുന്നു. ഇതിലുള്ള പ്രതിഷേധവും പ്രതികരണവുമാണ് ഒറ്റവാക്കിൽ ഒതുങ്ങിയ കുറിപ്പിലൂടെ ബൽറാം വ്യക്തമാക്കുന്നതെന്നാണ് രാഷ്ട്രീയ വിലയിരുത്തൽ. അതേസമയം ഈ കുറിപ്പിന് പിന്നാലെ പുതിയ UDF മന്ത്രിമാരുടെ പട്ടിക പങ്കുവച്ചുകൊണ്ടുള്ള മറ്റൊരു പോസ്റ്റും ബൽറാമിന്റെ അക്കൗണ്ടിൽ പ്രത്യക്ഷപ്പെട്ടു. ജനങ്ങളാണ് മുഖ്യം. ജനവിശ്വാസം കാത്ത് വാഗ്ദാനങ്ങൾ പാലിച്ച് കേരളത്തെ മുന്നോട്ടു നയിക്കാൻ പുതിയ ടീമിന് സാധിക്കട്ടെ എന്ന ആശംസയും അദ്ദേഹം പുതിയ മന്ത്രിമാർക്കായി പങ്കുവച്ചിട്ടുണ്ട്. മന്ത്രിസഭയിൽ ഇടം നേടിയില്ലെങ്കിലും മണ്ഡലത്തിലെ ജനങ്ങൾക്കൊപ്പമുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന സൂചനയും ഈ പോസ്റ്റുകൾ നൽകുന്നു. UDF മന്ത്രിസഭ അധികാരമേറ്റതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് നാടെങ്ങും പ്രകടനങ്ങളും മധുര വിതരണവും നടന്നു. വിശദാംശങ്ങളിലേക്ക്. കേരളത്തിന്റെ നിയുക്ത മുഖ്യമന്ത്രി VD സതീശനും മന്ത്രിസഭയ്ക്കും മലങ്കര യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭ ആശംസകൾ നേർന്നു. തിരുവനന്തപുരത്ത് ശ്രേഷ്ഠ കത്തോലിക്കായും മലങ്കര മെത്രോപൊലിത്തയുമായ ആബൂൻമോർ ബസേലിയോസ് ജോസഫ് ബാവയുടെ നേതൃത്വത്തിലുള്ള സഭാ പ്രതിനിധി സംഘം നേരിട്ടെത്തിയാണ് അഭിനന്ദനങ്ങൾ അറിയിച്ചത്. സഭയുടെ മീഡിയ സെൽ ചെയർമാൻ ഡോക്ടർ മോർ തെയോഫിലോസ് കുര്യാക്കോസ് മെത്രോപൊലിത്ത, നിരണം ഭദ്രാസനാധിപൻ ഡോക്ടർ മോർ കൂറിലോസ് ഗീവർഗീസ് മെത്രോപൊലിത്ത, സഭാ സെക്രട്ടറി ജേക്കബ് C. മാത്യു, സ്ലീബ കാട്ടുമങ്ങാട്ട് കോർ എപ്പിസ്കോപ്പ എന്നിവരും സന്നിഹിതരായിരുന്നു. സഭയുടെ പൂർണ്ണ പിന്തുണയും പ്രാർത്ഥനയും പുതിയ സർക്കാരിന് ബാവ വാഗ്ദാനം ചെയ്തു. കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പായസ വിതരണം നടത്തി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി PS സുനീഷ്, UDF നിയോജകമണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, NK കബീർ, KR രാധിക, രഘു കരിയന്നൂർ, MC ഐജു, നജീബ്, റസാഖ്, വർഗീസ്, AU മനാഫ് എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി സെന്ററിലായിരുന്നു പായസ വിതരണം. 500ഓളം പേർക്ക് പായസം നൽകി. കുന്നംകുളത്ത് UDF നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. പട്ടാമ്പി റോഡിലെ PVIC ഓഡിറ്റോറിയത്തിന് മുമ്പിൽ നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആരംഭിച്ച ആഹ്ലാദ റാലി നഗരം ചുറ്റി സമാപിച്ചു. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പടക്കം പൊട്ടിച്ചും മുദ്രാവാക്യം വിളിച്ചും പ്രവർത്തകർ തങ്ങളുടെ ആവേശം പങ്കുവച്ചു. UDF കുന്നംകുളം നിയോജക മണ്ഡലം ചെയർമാൻ PI തോമസ്, ലീഗ് നേതാവ് അൻവർ, നേതാക്കളായ ഷാജി അലിക്കൽ, ബിജു C. ബേബി, TK ബാബു, VV വിനോജ്, ജോമി, തമ്പി, ജനപ്രതിനിധികളായ മിനി മോൺസി, അനീന, KP മിനി, സോണി ഷാജി, ബീന ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. നിരവധി പ്രവർത്തകർ ആഹ്ലാദ പ്രകടനത്തിൽ അണിനിരന്നു. UDF കടവല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുമ്പിലാവിൽ വിജയാഘോഷം സംഘടിപ്പിച്ചു. പട്ടാമ്പി റോഡിലെ AP ആർക്കേഡിന് മുന്നിൽ നിന്നും ആരംഭിച്ച വിജയാഘോഷ പരിപാടി അക്കിക്കാവ് ജംഗ്ഷൻ വഴി പെരുമ്പിലാവ് സെന്ററിൽ സമാപിച്ചു. UDF നേതാക്കളായ ദേവദാസ്, നാസർ കടവല്ലൂർ, ഫൈസൽ കാഞ്ഞിരപ്പള്ളി, ഉസ്മാൻ കല്ലാട്ടയിൽ, റസാഖ് കരിക്കാട്, റസാഖ് മണിയറക്കോട്, അബു പുത്തൻകുളം, ജമാൽ കോട്ടോൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. മറ്റു വാർത്തകളിലേക്ക്. കേരളത്തിൽ ബലിപ്പെരുന്നാൾ മെയ് 28-ന്. ഞായറാഴ്ച സംസ്ഥാനത്തെവിടെയും ദുൽഹജ് മാസപ്പിറവി കണ്ടതായി വിശ്വസനീയ വിവരങ്ങൾ ലഭിക്കാത്തതിനാൽ മെയ് 18 തിങ്കളാഴ്ച ദുൽഖദ 30 പൂർത്തിയാക്കി മെയ് 19 ചൊവ്വാഴ്ച ദുൽഹിജ 1-ാം തീയതിയായിരിക്കുമെന്ന് ഖാസിമാർ അറിയിച്ചു. സംയുക്ത മഹൽ ജമാഅത്ത് ഖാദിമാരായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരിയുടെ പ്രതിനിധി സയ്യിദ് അബ്ദുള്ള ഹബീബ് അൽ ബുഖാരി എന്നിവരാണ് മാസപ്പിറവി ഉറപ്പിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൗലവിയും ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൗലവിയും മെയ് 28-ന് തന്നെയാകും പെരുന്നാളെന്ന് സ്ഥിരീകരിച്ചു.
സംസ്ഥാനത്തെ +1 പ്രവേശനത്തിനായി മെയ് 25 മുതൽ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാനാകുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിലവിൽ 3,61,044 സീറ്റുകളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതിനു പുറമെ VHSE സ്കൂളുകളിൽ 33,000 സീറ്റുകളും പോളിടെക്നിക് ITI സ്ഥാപനങ്ങളിലായി 30,545 സീറ്റുകളും ലഭ്യമാണ്. SSLC പരീക്ഷ പാസായ വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ ജൂൺ ആദ്യവാരം മുതൽ ഡിജി ലോക്കർ വഴി ലഭ്യമാക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ഷർമിള മേരി ജോസഫ് അറിയിച്ചു. ഡിജിറ്റൽ സംവിധാനത്തിലൂടെ സർട്ടിഫിക്കറ്റുകൾ എളുപ്പത്തിൽ ലഭ്യമാക്കാനാണ് നടപടി. അതേസമയം SSLC പരീക്ഷയിൽ ഉപരിപഠനത്തിന് അർഹത നേടാത്ത വിദ്യാർത്ഥികൾക്കായുള്ള സേ പരീക്ഷ ജൂൺ ആദ്യവാരം നടക്കും. പരമാവധി 3 വിഷയങ്ങൾക്കാണ് സേ പരീക്ഷ എഴുതാൻ അവസരം നൽകുക. പുനർമൂല്യനിർണ്ണയത്തിനും സൂക്ഷ്മ പരിശോധനയ്ക്കും അപേക്ഷിക്കാനുള്ള നടപടികളും ആരംഭിച്ചു. തിങ്കളാഴ്ച മുതൽ ഈ മാസം 21 വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. ഉത്തരക്കടലാസിന്റെ ഫോട്ടോ കോപ്പി ആവശ്യപ്പെടുന്നതിനും ഓൺലൈൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. CCTVയുടെ 20ാമത് വിദ്യാഭ്യാസ പുരസ്കാരത്തിനായും സ്കോളർഷിപ്പിനായും അപേക്ഷകൾ ക്ഷണിക്കുന്നു. SSLC, +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ CCTV വരിക്കാരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ പുരസ്കാരത്തിനായി അപേക്ഷിക്കാം. +2 പരീക്ഷയിൽ 80% മാർക്ക് നേടിയ നിർധന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിനായും അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനുമായി പ്രാദേശിക കേബിൾ TV ഓപ്പറേറ്ററെ ഉടൻ വിളിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂൺ 10 ആണ്. ജൂൺ മാസം 20-ാം തീയതി ശനിയാഴ്ച കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ പുരസ്കാര ജേതാക്കൾക്ക് ക്യാഷ് അവാർഡും ഫലകവും സമ്മാനിക്കും. തെരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനായി ഒറ്റത്തവണയായി സ്കോളർഷിപ്പ് നൽകും. ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ സംഘാടക സമിതി യോഗം എരുമപ്പെട്ടി സ്കൈ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടന്നു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് RL ശ്രീലാൽ അധ്യക്ഷനായി. നിയുക്ത വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റ്ലപ്പിള്ളി, KSKTU ജില്ലാ സെക്രട്ടറി TK വാസു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, PN സുരേന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം മീന സാജൻ, വടക്കാഞ്ചേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ മിനി അരവിന്ദ്, എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ്, CPIM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറി KD ബാഹുലയൻ മാസ്റ്റർ, ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി KS റോസൽ രാജ്, ജില്ലാ ട്രഷറർ KS സെന്തിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ജൂൺ 17-18 തീയതികളിൽ എരുമപ്പെട്ടി സ്കൈ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിലാണ് സമ്മേളനം നടക്കുന്നത്. സംഘാടക സമിതി ചെയർമാനായി KD ബാഹുലയൻ മാസ്റ്റർ, കൺവീനർ ER രാഹുൽ, ട്രഷറർ KM അഷ്റഫ് എന്നിവരെ തെരഞ്ഞെടുത്തു. ജനാധിപത്യ മതേതര ഇന്ത്യക്ക് വേണ്ടിയുള്ള പോരാട്ടം എന്ന് പറയുന്നത് അതിനു മുമ്പുള്ള രാഷ്ട്രീയ കാലാവസ്ഥയെ കൂടി വിലയിരുത്തിക്കൊണ്ടാണ്. ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ആ രാഷ്ട്രീയ കാലാവസ്ഥ എന്ന് പറയുന്നത് ജനാധിപത്യ കശാപ്പ് നടന്ന ഇന്ത്യയിലെ അന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയാണ്. കേരളത്തിലും അതിൻ്റെ പ്രതിഫലനം ഉണ്ടായി. 1975 ജൂൺ മാസം 25-ാം തീയതി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ ഇന്ത്യയിലെ 10,000-കണക്കിന് ആളുകളുടെ ജീവൻ തകർത്ത, അതുവരെ ഉണ്ടായിരുന്ന ജനാധിപത്യ അവകാശങ്ങളൊക്കെ നിഷേധിച്ച, അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ ഇല്ലാതെയാക്കിയ, ഇന്ത്യ എന്നാൽ ഇന്ദിരയെന്നും ഇന്ദിര എന്നാൽ ഇന്ത്യ എന്നും ഉള്ള മുദ്രാവാക്യം മുന്നോട്ട് വെച്ച് അതിക്രൂരമായ പീഡനങ്ങളാണ് അതുവരെ ജനാധിപത്യത്തിൻ്റെ പൊയ്മുഖം അണിഞ്ഞിരുന്ന ആളുകൾ എടുത്തതെന്ന് നമുക്കറിയാം. കുന്നംകുളം ശങ്കരപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ നിറമാല മഹോത്സവം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ഉത്സവത്തോടനുബന്ധിച്ച് രാവിലെ വിശേഷാൽ പൂജകളും പറവെപ്പും നടന്നു. ഉച്ചതിരിഞ്ഞ് വിവിധ പുരാഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള വർണ്ണാഭമായ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് വൈകിട്ട് 6:30 വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള എഴുന്നള്ളിപ്പുകൾ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു. തുടർന്ന് കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. 6 ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിന് അഴകായി. ആലങ്കോട് മണികണ്ഠന്റെ നേതൃത്വത്തിലുള്ള പാണ്ടിമേളം അകമ്പടിയായി. തുടർന്ന് തെയ്യം, തിറ തുടങ്ങിയ പാരമ്പര്യ കലാരൂപങ്ങളും ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. നിരവധി പേരാണ് ആഘോഷത്തിൽ പങ്കെടുത്തത്.
ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജ് പ്രവർത്തകർക്കൊപ്പം അതിരടി സിനിമയുടെ പ്രദർശന വിജയം ആഘോഷിച്ച് ചലച്ചിത്ര താരം മീന രാജ് പള്ളുരുത്തി. ചിത്രത്തിൽ മുഴുനീള കഥാപാത്രത്തെ അവതരിപ്പിച്ച മീന രാജ് തിയേറ്റർ വില്ലേജിന്റെ നാടകങ്ങളിൽ പ്രധാന വേഷം അഭിനയിക്കുന്ന നടനാണ്. നമ്പീശൻപടി ബി സിനിമാസിൽ കേക്ക് മുറിച്ചും മധുരം വിതരണം ചെയ്തുമാണ് താരം ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജ് അംഗങ്ങൾക്കൊപ്പം സിനിമയുടെ വിജയം ആഘോഷിച്ചത്. സൂപ്പർ ഹിറ്റ് സിനിമയായ ഫാലിമി എന്ന സിനിമയിലൂടെ കുസൃതികളുള്ള അപ്പൂപ്പനായി വന്ന് പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റിയ മീന രാജ് ഇതിനകം 10ഓളം സിനിമകളിൽ മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്ന അതിരടി എന്ന ചിത്രത്തിൽ ടൊവിനോ തോമസ്, ബേസിൽ ജോസഫ് എന്നിവരോടൊപ്പമാണ് മീന രാജ് അഭിനയിച്ചിരിക്കുന്നത്. ടൊവിനോ തോമസ് അവതരിപ്പിച്ച ഗുണ്ടയായ തോട്ടക്കുട്ടന്റെ വലങ്കൈയായ മന്മഥൻ എന്ന കഥാപാത്രമായാണ് മീന രാജ് തകർത്താടിയത്. ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജ് അവതരിപ്പിച്ചു വരുന്ന ശങ്കരേട്ടന്റെ വെളിപാടുകൾ എന്ന നാടകത്തിൽ ശങ്കരേട്ടനായി രംഗത്തെത്തുന്നത് മീന രാജ് പള്ളുരുത്തിയാണ്. ബി സിനിമാസിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജ് ചെയർമാൻ രാജൻ പുഷ്പാഞ്ജലി, സെക്രട്ടറി സുനിൽ ചന്ദ്രൻ, സത്യൻ കണ്ടാണശ്ശേരി, എഴുത്തുകാരനായ അബ്ദുൾ പുന്നയൂർകുളം, ചലച്ചിത്ര താരങ്ങളായ രജനി മുരളി, സുജ രാജേഷ് അമ്പലപ്പാട്ട്, കെ.സി. ജോസ് എന്നിവർക്കൊപ്പം തിയേറ്റർ വില്ലേജ് പ്രവർത്തകരും കുടുംബാംഗങ്ങളും സംബന്ധിച്ചു. ചടങ്ങിൽ മീന രാജിനെ തിയേറ്റർ വില്ലേജ് പ്രവർത്തകർ അനുമോദിച്ചു. കാട്ടകമ്പാൽ പഞ്ചായത്തിൽ പുതിയ അധ്യയന വർഷാരംഭത്തിന് മുമ്പ് ശുചിത്വമേകും സുന്ദര കലാലയം 2026 എന്ന പേരിൽ ശുചീകരണ യജ്ഞം നടത്തുമെന്ന് പ്രസിഡന്റ് കെ ജയശങ്കർ. ജൂൺ 2-ന് സ്കൂൾ തുറക്കുന്നതിന് മുന്നേ പഞ്ചായത്തിലെ സർക്കാർ സ്കൂളുകൾ ഉൾപ്പെടെ മുഴുവൻ വിദ്യാലയങ്ങളുടെയും പരിസരത്തെ പുല്ലും കാടും വെട്ടിത്തെളിക്കുവാൻ പഞ്ചായത്ത് ഭരണസമിതി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹകരണത്തോടെ നടപടികളെടുക്കും. വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ അങ്കണവാടികളുടെ പരിസരം വൃത്തിയാക്കും. ശുചിത്വമേകും സുന്ദര കലാലയം 2026 ഔപചാരികമായ ഉദ്ഘാടനം ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് പഴഞ്ഞി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടക്കും. ഇത് സംബന്ധിച്ച് ചേർന്ന ഭരണസമിതി യോഗത്തിൽ പ്രസിഡന്റ് കെ ജയശങ്കർ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് മിനി ടീച്ചർ, സ്ഥിരം സമിതി അധ്യക്ഷരായ MP രാജൻ, KM റസാഖ്, ശൈലജ അരുൺദാസ്, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK സദാനന്ദൻ മാസ്റ്റർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, സെക്രട്ടറി സോജൻ, അസിസ്റ്റന്റ് സെക്രട്ടറി KS സുജ എന്നിവർ പങ്കെടുത്തു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പിന്റെ സഹകരണത്തോടെ പ്രഥമ ശുശ്രൂഷ പരിശീലനവും ആരോഗ്യ സെമിനാറും സംഘടിപ്പിച്ചു. വാർഡ് തല ആരോഗ്യസേനയ്ക്കും അങ്കണവാടി പ്രവർത്തകർക്കും പ്രഥമ ശുശ്രൂഷ പരിശീലനം, ആരോഗ്യ സെമിനാർ, തിരഞ്ഞെടുക്കപ്പെട്ട 85 കുടുംബങ്ങൾക്ക് ഗൃഹശ്രീ പുരസ്കാര വിതരണം, ആരോഗ്യ ജാഗ്രത പ്രവർത്തന മാർഗരേഖ 2026 പ്രകാശനം, കലാപരിപാടികൾ എന്നിവയാണ് നടത്തിയത്. ആരോഗ്യ ജാഗ്രത 2026 പദ്ധതിയുടെ ഭാഗമായി മറ്റം കരിസ്മ ഓഡിറ്റോറിയത്തിൽ കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയുടെ സഹകരണത്തോടെ നടത്തിയ പ്രഥമ ശുശ്രൂഷ പരിശീലനം മുൻ വിദ്യാഭ്യാസ മന്ത്രിയും നിയുക്ത മണലൂർ MLA-യുമായ പ്രൊഫസർ C. രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് അധ്യക്ഷത വഹിച്ചു. അടിയന്തര സാഹചര്യങ്ങളിൽ ജീവൻ രക്ഷിക്കാനാവശ്യമായ പ്രഥമ ശുശ്രൂഷ മാർഗങ്ങളും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ വിദഗ്ധർ നയിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ് ആരോഗ്യ സെമിനാറിൽ വിഷയാവതരണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK സുദീപ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പ്രമിത സജീവ്, ശിവൻ വാഗ, ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ VV തിലകൻ, വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ VK ദാസൻ, പഞ്ചായത്ത് സെക്രട്ടറി KK രാധാകൃഷ്ണൻ, ICDS സൂപ്പർവൈസർ NK സുനന്ദി, ആരോഗ്യ പ്രവർത്തകർ, അധ്യാപകർ, ജനപ്രതിനിധികൾ, കുടുംബശ്രീ അങ്കണവാടി പ്രവർത്തകർ, ഗൃഹശ്രീ പുരസ്കാര ജേതാക്കൾ എന്നിവർ ഉൾപ്പെടെ നിരവധി പേർ പരിശീലനത്തിൽ പങ്കെടുത്തു. ചൂണ്ടൽ സെന്റ് ജോസഫ്സ് ആശുപത്രിയിലെ നഴ്സിംഗ് സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ആരോഗ്യ ബോധവൽക്കരണ കലാപരിപാടികളുമുണ്ടായിരുന്നു. ജനങ്ങളിൽ ആരോഗ്യ അവബോധവും അടിയന്തര സാഹചര്യങ്ങളിൽ പ്രതികരിക്കാനുള്ള പ്രാപ്തിയും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചതെന്ന് സംഘാടകർ അറിയിച്ചു. രാമരാമ പാഹിമാം കേരളത്തിന്റെ ഹൃദയനാദം എന്ന സന്ദേശവുമായി ഗുരുവായൂരിൽ 3 ദിവസങ്ങളിലായി നടന്നുവന്നിരുന്ന രാമഭക്ത സംഗമം സമാപിച്ചു. സായി സഞ്ജീവനി ചാരിറ്റബിൾ ട്രസ്റ്റും മൗലാന അബ്ദുൽ കലാം ആസാദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏഷ്യൻ സ്റ്റഡീസും സംയുക്തമായി ഗുരുവായൂർ ടൗൺ ഹാളിലാണ് സംഗമം സംഘടിപ്പിച്ചത്. സമാപന സമ്മേളനം മുൻ അലഹബാദ് ഹൈക്കോടതി ജഡ്ജി സുധീർ അഗർവാൾ ഉദ്ഘാടനം ചെയ്തു. മൗനയോഗി സ്വാമി ഹരിനാരായണൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി മുഖ്യ പ്രഭാഷണം നടത്തി. VP ഉണ്ണികൃഷ്ണൻ, PV കൃഷ്ണൻ, ഡോക്ടർ TP ശശികുമാർ, VC രാജഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. കാട്ടകമ്പാൽ മാർ ഇഗ്നാത്തിയോസ് ഓർത്തഡോക്സ് ഇടവകയിൽ 2022 മുതൽ 2026 വരെ സേവനം അനുഷ്ഠിച്ച വികാരി ഫാദർ ജോസഫ് ചെറുവത്തൂർ,
സഹവികാരിമാരായ ഫാദർ കെ ജോസഫ് ജോസ്, ഫാദർ ഗിവർഗീസ് കെ വിൽസൺ എന്നിവർക്കുള്ള യാത്രയയപ്പും പുതിയ വികാരിയായി നിയമിതനായ ഫാദർ മാത്യൂസ് കെ ബർസൌമയ്ക്കുള്ള സ്വീകരണവും നടന്നു. ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പള്ളിയിൽ നടന്ന ചടങ്ങിൽ ഇടവക മാനേജിംഗ് കമ്മിറ്റിക്ക് വേണ്ടി ട്രസ്റ്റി PC റെജി മാസ്റ്റർ, സെക്രട്ടറി റോഷൻ P ജെയിംസ് എന്നിവർ ചേർന്ന് വൈദികർക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ചു. ഇടവകയിലെ ആത്മീയ സംഘടനാ ഭാരവാഹികളും വൈദികർക്ക് ഉപഹാരം സമ്മാനിച്ചു. ട്രസ്റ്റി PC റെജി മാസ്റ്റർ, സെക്രട്ടറി റോഷൻ P ജെയിംസ്, CK അപ്പുമോൻ, TC ശാന്ത എന്നിവർ സംസാരിച്ചു. വെസ്റ്റുമങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സെന്റ് സിറിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ പ്രിൻസിപ്പൽ സ്ഥാനമേറ്റു. 14 വർഷം തുടർച്ചയായി ഹയർ സെക്കൻഡറി പൊളിറ്റിക്കൽ സയൻസ് അധ്യാപികയായി സേവനം ചെയ്ത ബിജി ഡേവിഡാണ് പ്രിൻസിപ്പളായി സ്ഥാനമേറ്റത്. PTA പ്രസിഡന്റും കുന്നംകുളം നഗരസഭാ വൈസ് ചെയർമാനുമായ PG ജയപ്രകാശ് പ്രിൻസിപ്പൽ ബിജി ടീച്ചറെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് താഴത്തേതിൽ, ഹെഡ് മിസ്ട്രസ് ജെൻസി KS തുടങ്ങിയവർ സംസാരിച്ചു. അധ്യാപകരും മറ്റു ജീവനക്കാരും ചടങ്ങിൽ സംബന്ധിച്ചു. പഴഞ്ഞി സെന്റ് മേരീസ് കത്തീഡ്രൽ മാനേജ്മെന്റിൽ പ്രവർത്തിക്കുന്ന മാർ ബസേലിയോസ് സ്കൂളിലെ പ്രധാന അധ്യാപകനെയും അധ്യാപകരെയും ഇടവകയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. ഞായറാഴ്ചയായിരുന്നു പഴഞ്ഞി സെന്റ് മേരീസ് കത്തീഡ്രൽ ഇടവകയുടെ നേതൃത്വത്തിൽ ഇടവകയുടെ മാനേജ്മെന്റിൽ പ്രവർത്തിക്കുന്ന മാർ ബസേലിയോസ് സ്കൂളിന് ഇടവകയുടെ സ്നേഹാദരമൊരുക്കിയത്. വിശുദ്ധ കുർബാനയ്ക്കു ശേഷം പുതിയ പള്ളിയിൽ നടന്ന ചടങ്ങ് പഴഞ്ഞി സെന്റ് മേരീസ് കത്തീഡ്രൽ വികാരിയും സ്കൂൾ മാനേജരുമായ ഫാദർ ജോൺ ഐസക് ഉദ്ഘാടനം ചെയ്തു. സഹവികാരി ഫാദർ ആന്റണി പൗലോസ്, പള്ളി സെക്രട്ടറി ജെയ്സൺ ചീരൻ, ഹെഡ്മാസ്റ്റർ G. ജോർജ് എന്നിവർ സംസാരിച്ചു. അധ്യാപകരായ ഫെമി വർഗീസ്, ജിൻസി P ജോസ്, റഹ്മത്ത് VA, നിസ വർഗീസ്, CCKT, സരുൺ K സൈമൺ, ലിനറ്റ് ആന്റണി, പോൾ ഡേവിഡ്, മരിയ റോയ് എന്നിവർ പങ്കെടുത്തു. ഇടവക മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ നേതൃത്വം നൽകി. അക്കാദമിക രംഗത്ത് മികച്ച നേട്ടങ്ങൾ കൈവരിക്കുകയും മികവിൻ്റെ കേന്ദ്രമാക്കി ജില്ലയിലെ തന്നെ ഒരു മികച്ച വിദ്യാലയമാക്കി മാറ്റുകയും 132 വർഷത്തെ പാരമ്പര്യമുള്ള സ്കൂളിനെ അതിൻ്റെ പഴയകാല പ്രതാപത്തിലേക്കും പ്രൗഢിയിലേക്കും നയിച്ചതിനുമാണ് പ്രധാനാധ്യാപകന്റെ നേതൃത്വത്തിലുള്ള അധ്യാപകരെ മുഴുവൻ ആദരിച്ചതെന്ന് ഇടവക കമ്മിറ്റി അറിയിച്ചു. കേച്ചേരി അല്ലമീൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലിറ്റിൽ കൈറ്റ്സ് വിദ്യാർത്ഥികൾക്കായി ഏകദിന പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. വിദ്യാഭ്യാസ വകുപ്പിന്റെ IT വിഭാഗം കൈറ്റിന്റെ കീഴിൽ വിദ്യാലയങ്ങളിൽ പ്രവർത്തിക്കുന്ന IT ക്ലബായ ലിറ്റിൽ കൈറ്റ്സ് ഏകദിന ക്യാമ്പിൽ വീഡിയോ എഡിറ്റിംഗ്, റീൽസ് മേക്കിംഗ്, വിവിധ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകൾ എന്നിവ പരിചയപ്പെടുത്തി. 2 ഭാഗങ്ങളായി നടത്തുന്ന ക്യാമ്പിന്റെ ആദ്യ ഭാഗം ക്ലാസ് നയിച്ചത് കൈറ്റ് മെന്ററായ ശ്രീ പത്മനാഭൻ, ടോം മാർട്ടിൻ എന്നിവരാണ്. കൈറ്റ് മാസ്റ്റർ ട്രെയിനർ ധന്യ, സ്കൂൾ പ്രധാനാധ്യാപിക സുമി റോസ്, സ്കൂൾ IT കോർഡിനേറ്റർ രാഹുൽ ബാബു എന്നിവർ സന്നിഹിതരായിരുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചാലിശ്ശേരി യൂണിറ്റ് നിർമ്മിച്ച പുതിയ വ്യാപാര ഭവന്റെ ഉദ്ഘാടനം നടന്നു. മെയിൻ റോഡ് സെന്ററിൽ നിന്ന് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ വിശിഷ്ടാതിഥികളെ വ്യാപാര ഭവനിലേക്ക് സ്വീകരിച്ചു. തുടർന്ന് രക്ഷാധികാരി ഇബ്രാഹിം കുട്ടി പതാക ഉയർത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു കോട്ടയിലും തൃത്താല മണ്ഡലം പ്രസിഡന്റ് KR ബാലനും ചേർന്ന് ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. ഏകദേശം 30 ലക്ഷം രൂപ ചെലവിൽ 1200 ചതുരശ്രയടി വിസ്തീർണത്തിൽ ശീതീകരിച്ച ഹാളോടുകൂടിയ ആധുനിക സൗകര്യങ്ങളോടെയാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. തുടർന്നു നടന്ന പൊതുസമ്മേളനം ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. സ്വന്തമായി ഒരു വീടുണ്ടാവുക എന്നത് അവന്റെ ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായിട്ടുള്ള, മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു മുഹൂർത്തമാണ്. ഇന്ന് ചാലിശ്ശേരിയിലെ അംഗങ്ങളെ സംബന്ധിച്ച് സ്വന്തമായി ഞങ്ങളുടേതെന്ന് പറയാൻ കഴിയുന്ന ഒരു കെട്ടിടത്തിൽ ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നു എന്നതാണ് ഈ ചടങ്ങിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. യൂണിറ്റ് പ്രസിഡന്റ് MM അഹമ്മദുണ്ണി അധ്യക്ഷത വഹിച്ചു. സംഘടനയുടെ ആദ്യകാല ഭാരവാഹികളായ MM ഇബ്രാഹിംകുട്ടി, VK നസീർ, രാജൻ, PI ഷബീർ എന്നിവരെ പൊന്നാടയും ഉപഹാരവും നൽകി ആദരിച്ചു. ചടങ്ങിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, പഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് TP ഷക്കീർ, തൃത്താല മണ്ഡലം പ്രസിഡന്റ് KR ബാലൻ, ചാലിശ്ശേരി യൂണിറ്റ് ജനറൽ സെക്രട്ടറി PI ഷബീർ, ട്രഷറർ ബിനോയ് ഡേവിഡ്, വാർഡ് മെമ്പർ PK സിജി, വ്യാപാരി നേതാക്കൾ, രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖർ, വ്യാപാരി കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു.
സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ചിന്റെ പട്ടികജാതി വിരുദ്ധ വിധിക്കെതിരെ ദളിത് സുരക്ഷയ്ക്കായി നിയമ ഭേദഗതി കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ ഇടപെടുക എന്നാവശ്യപ്പെട്ട് PKS ചാവക്കാട് ഏരിയ കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ഏരിയ സെക്രട്ടറി KA ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് CK അശോകൻ അധ്യക്ഷനായി. ഏരിയ ജോയിന്റ് സെക്രട്ടറി ശശി ആഴ്ചത്ത്, PS അശോകൻ, KK ദാസൻ, MA അമ്മിണി, സുരേഷ് ബാബു, രാജേഷ് കാവീട്, MM സുമേഷ് എന്നിവർ നേതൃത്വം നൽകി. SSLC പരീക്ഷയിൽ ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് 98.77% വിജയം. പരീക്ഷ എഴുതിയ 408 വിദ്യാർത്ഥികളിൽ 403 പേരും വിജയിച്ചു. 5 പേർ ഒരു വിഷയത്തിലാണ് പരാജയപ്പെട്ടത്. എല്ലാ വിഷയങ്ങളിലും A+ നേടിയ 16 വിദ്യാർത്ഥികൾ വിജയത്തിന് മാറ്റു വർദ്ധിപ്പിച്ചു. തൃത്താല മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്ക് ഇരുത്തിയ സ്കൂളുകളിൽ 2ാം സ്ഥാനമാണ് ഈ സർക്കാർ വിദ്യാലയം നേടിയത്. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള സാധാരണക്കാരായ കുടുംബങ്ങളിലെ കുട്ടികൾ പഠിക്കുന്ന സർക്കാർ വിദ്യാലയമായ ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പഠന പാഠ്യേതര രംഗങ്ങളിലും കലാകായിക മേഖലകളിലും ജില്ലാ, സംസ്ഥാന, ദേശീയ തലത്തിൽ ശ്രദ്ധേയ മുന്നേറ്റമാണ് കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച സഹാധ്യാപകർ, PTA ഭാരവാഹികൾ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ എന്നിവർക്കെല്ലാം സ്കൂൾ പ്രധാന അധ്യാപിക P. ചിത്ര അഭിനന്ദനം അറിയിച്ചു. അധ്യാപകരുടെയും PTA-കളുടെയൊക്കെ നല്ല പൂർണ്ണ സഹകരണവും പരിശ്രമവും ഒക്കെ നമ്മുടെ വിജയത്തിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ട്. ക്ലാസ്സുകളെല്ലാം ഒഴിവു ദിവസങ്ങളിലും വിജയശ്രീ പദ്ധതിയുടെ ഭാഗമായിട്ടും എല്ലാ ക്ലാസ്സുകളെല്ലാം കോച്ചിങ് ക്ലാസ്സുകളും വിജയശ്രീ ക്ലാസ്സുകളൊക്കെ വളരെ ഭംഗിയായി എല്ലാവരും കൈകാര്യം ചെയ്തു. എല്ലാ കുട്ടികൾക്കും അധ്യാപകർക്കും PTA ഭാരവാഹികൾ എല്ലാവരോടും പ്രത്യേക അഭിനന്ദനം അറിയിച്ചു. പഴഞ്ഞി അരുവായ് ചിറവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൊതുയോഗം നടന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ വരവ് ചെലവ് കണക്കും പ്രവർത്തന റിപ്പോർട്ട് അവതരണവും ഉണ്ടായി. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് KG ഗിരീഷ്, സെക്രട്ടറി PK രാധാകൃഷ്ണൻ, ട്രഷറർ K കേശവൻ എന്നിവരെയും 17-അംഗ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. വയലത്തൂർ NSS യൂണിറ്റ് പുതിയതായി നിർമ്മിച്ച കരയോഗ മന്ദിരത്തിന്റെ ഉദ്ഘാടനവും പൊതുസമ്മേളനവും നടന്നു. തളിപ്പറമ്പ് താലൂക്ക് NSS കരയോഗ യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷജിത് ഉദ്ഘാടനം ചെയ്തു. വയലത്തൂർ കരയോഗം പ്രസിഡന്റ് PV സുധാകരൻ അധ്യക്ഷനായിരുന്നു. ചാവക്കാട് താലൂക്ക് NSS യൂണിയൻ പ്രസിഡന്റ് K ഗോപാലൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. താലൂക്ക് NSS യൂണിയൻ വൈസ് പ്രസിഡന്റ് T ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു. യൂണിയൻ സെക്രട്ടറി MK പ്രസാദ് അനുമോദന പ്രഭാഷണം നടത്തി. വനിതാ യൂണിയൻ പ്രസിഡന്റ് ബിന്ദു നാരായണൻ, വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നബീൽ NMK, പ്രതിനിധാന മെമ്പർ അഡ്വക്കേറ്റ് C രാജഗോപാലൻ, യൂണിയൻ ഭരണസമിതി അംഗം KP ശ്രീകുമാർ, വനിതാ യൂണിയൻ സെക്രട്ടറി ജ്യോതി രാജീവ്, സ്വയം സഹായ സംഘം പ്രസിഡന്റ് ജ്യോതി ശശി, വനിതാ സമാജം സെക്രട്ടറി മഞ്ജു സേതുമാധവൻ എന്നിവർ പങ്കെടുത്തു. കരയോഗം സെക്രട്ടറി ശശിധരൻ സ്വാഗതവും ട്രഷറർ മോഹനകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. കോട്ടപ്പടി വെസ്റ്റ് ഗേറ്റ് ക്ലബിന്റെ 22ാം വാർഷികവും കുടുംബസംഗമവും നടന്നു. ഗുരുവായൂർ ടൗൺ ഹാളിൽ നടന്ന സംഗമം നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഡോക്ടർ മോളി ജോസഫ് മാമ്പുള്ളിയെ ആദരിച്ചു. ക്ലബ്ബ് ഭാരവാഹികളായ സണ്ണി വെള്ളറ, ലോസൺ മാത്യു, ജോൺസൺ ജേക്കബ്, സേവിയർ പനക്കൽ, ബിജു മുട്ടത്ത്, ഷീന റാഫേൽ, ജാൻസി വിൻസെന്റ് എന്നിവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഞായറാഴ്ച അന്തരിച്ച കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ തൃശൂർ ജില്ലാ സെക്രട്ടറി MN ഹരിഹരന്റെ നിര്യാണത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ സംഘടനാ നേതാക്കളും സഹപ്രവർത്തകരും സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേരും തിരൂരിലെ സാറ സ്ട്രീറ്റിലുള്ള ഋതുഭവനിലെത്തി. സംസ്ഥാന പ്രസിഡന്റ് പീറ്റർ ഏഴിമല, സംസ്ഥാന ജനറൽ സെക്രട്ടറി V സെയ്ദ് മലപ്പുറം, തൃശൂർ ജില്ലാ പ്രസിഡന്റ് മത്തായി കേരളം, പാലക്കാട് ജില്ലാ സെക്രട്ടറി KG സണ്ണി, സംസ്ഥാന സമിതി അംഗങ്ങളായ AC ഗീവർ ചാലിശ്ശേരി, പ്രേമദാസ് പിടാവനൂർ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. തിരൂർ ഋതുഭവനിൽ പരേതനായ നാരായണന്റെ മകനായ MN ഹരിഹരൻ ഹൃദയാഘാതത്തെ തുടർന്ന് ബംഗളൂരുവിൽ വെച്ചാണ് നിര്യാതനായത്. ഞായറാഴ്ച രാത്രി 11 മണിയോടെയാണ് മൃതദേഹം തിരൂരിലെ വസതിയിൽ എത്തിച്ചത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ അന്ത്യകർമ്മങ്ങൾക്കു ശേഷം ചെറുതുരുത്തി ശാന്തിതീരത്ത് സംസ്കാരം നടത്തി. തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ CA സിന്ധുവാണ് ഭാര്യ. സൈറ ഹരി, റഹിൻ ഹരി, റിഹാൻ ഹരി എന്നിവർ മക്കളാണ്. നവമാധ്യമ കാഴ്ച.
ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നാണ്. ചെറുപ്രായത്തിൽ സ്വായത്തമാക്കുന്ന മൂല്യങ്ങൾ എക്കാലവും കൂടെയുണ്ടാകും. തങ്ങളിൽ നിന്നും വ്യത്യസ്തനാണെങ്കിലും പുതിയ ചങ്ങാതിയെ കൂടെ കൂട്ടിയ ഈ സംഘം ഹൃദ്യമായ കാഴ്ചയാണ്. വീഡിയോ കാണാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 14,300 രൂപ, പവന് 1,14,400 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 290 രൂപ. ചരമം പെലക്കാട്ട് പയ്യൂർ ചെറുവത്തൂർ പരേതനായ ചേറുകുട്ടി മകൻ തമ്പി നിര്യാതനായി. 68 വയസ്സായിരുന്നു. സംസ്കാരം അടുപ്പുട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ നടത്തി. മിനി ഭാര്യയാണ്. അരുൺ, ക്രിസ്റ്റി എന്നിവർ മക്കളാണ്. പഴഞ്ഞി മേലേപ്പട്ടിത്തടം അയ്യൻകുളങ്ങര വീട്ടിൽ പരേതനായ ജോബിന്റെ ഭാര്യ താണ്ടക്കുട്ടി നിര്യാതയായി. 82 വയസ്സായിരുന്നു. സംസ്കാരം പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടത്തി. സില്ല, ബീന, ഷാനി, പ്രീതി, ജ്യോതി, പരേതനായ ജോയ്മോൻ എന്നിവർ മക്കളാണ്. ഇരിങ്ങപ്പുറം ഒലക്കെങ്കിൽ പൊറിഞ്ചു തോമസ് നിര്യാതനായി. 89 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച വൈകിട്ട് 4-ന് ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയ സെമിത്തേരിയിൽ നടക്കും. മർഗലിയാണ് ഭാര്യ. ലിംസി, സോജൻ, ജെന്നി, ബെന്നി, ജോബി എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തെ ഇനി ടീം VDS നയിക്കും. കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടത്തെ സാക്ഷിയാക്കിയാണ് മന്ത്രിസഭയിലെ 21 അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത്. നാടെങ്ങും ആഹ്ലാദ പ്രകടനങ്ങളും മധുര വിതരണവും. ജനപ്രിയ പ്രഖ്യാപനത്തോടെ VDS സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗം. KSRTCയിൽ സ്ത്രീകളുടെ സൗജന്യ യാത്ര ജൂൺ 15 മുതൽ. ആശമാരുടെ ഓണറേറിയം 3000 രൂപ വർദ്ധിപ്പിക്കും. ആദ്യ മന്ത്രിസഭാ യോഗത്തിന് പിന്നാലെ മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് സർക്കാരിന്റെ വമ്പൻ പ്രഖ്യാപനങ്ങൾ. കേരളത്തിൽ ബലിപെരുന്നാൾ മെയ് 28-ന്. ഞായറാഴ്ച സംസ്ഥാനത്തെവിടെയും ദുൽഹജ്ജ് മാസപ്പിറവി കണ്ടതായി വിശ്വസനീയ വിവരങ്ങൾ ലഭിക്കാത്തതിനാൽ മെയ് 18 തിങ്കളാഴ്ച ദുൽഖദ 30 പൂർത്തിയാക്കി. മെയ് 19 ചൊവ്വാഴ്ച ദുൽഹിജ 1-ാം തീയതിയായിരിക്കുമെന്ന് ഖാസിമാരുടെ അറിയിപ്പ്. CCTVയുടെ 20ാമത് വിദ്യാഭ്യാസ പുരസ്കാരത്തിനായും സ്കോളർഷിപ്പിനായും ഇപ്പോൾ അപേക്ഷിക്കാം. SSLC, +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ CCTV വരിക്കാരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ പുരസ്കാരത്തിനായും +2 പരീക്ഷയിൽ 80% മാർക്ക് നേടിയ നിർധന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിനായും അപേക്ഷിക്കാം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂൺ 10. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.